ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ നോ കോണ്ടാക്ട് റൂളിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഏകദേശം 7 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 7 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകും എന്ന് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വരണം. ഈ ഒരു 30 ഡേയ്സ് കൊണ്ട്, അഥവാ ഈ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിലോട്ട് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് വേണ്ടത്. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളത് നോ കോണ്ടാക്റ്റിന് ശേഷം ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ്. ദെൻ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, സാറേ എനിക്ക് അപ്പോഴും പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ കഴിയുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. നിങ്ങളെ പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് എന്താണ്? കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോണ്ടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് വഴിയാണ്. ബ്ലോക്ക് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട സമയം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മോർണിംഗോ നൈറ്റോ ഒന്നുമല്ല. ഒരു ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷം നോ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കുക, ഈവനിങ് ടൈമിൽ മെസ്സേജ് അയക്കുക. ഒരു 3 to 6 PM മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈവനിങ് ടൈമിൽ അത് നോട്ട് ചെയ്യുക. പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പഴയ ഒത്തിരി കാര്യങ്ങളൊന്നും എടുത്തിടരുത്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാൻ ആഗ്രഹം തോന്നുന്ന, അല്ലെങ്കിൽ ക്യൂരിയസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, അവിടുന്ന് നല്ലൊരു മെമ്മറി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്നലെ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യാം.